ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പഴയ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു, അതിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഈ ബാക്കിലായിട്ട് കാണുന്നത് ഞങ്ങളുടെ പഴയ കോഴിക്കൂടായിരുന്നു. പിന്നെ കോഴിത്തീറ്റയ്ക്കൊക്കെ വില കൂടുതലൊക്കെ ആയതുകൊണ്ട് നഷ്ടമായതുകൊണ്ടൊക്കെ നിർത്തി. ഇനി നമുക്ക് ഇന്ന് ഒരു പുതിയ ഒരു കൃഷി കാണാം. ഏത്തവാഴ കൃഷിയിലോട്ട് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ലക്കി, 4 വയസ്സുണ്ട്. ഹലോ ലക്കി. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നത് മോളാണ്. അവളെ നമുക്ക് പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ അവൾ മോഹൻ തരുന്നില്ല, കാണിച്ചു തരുന്നില്ല. അവളാ എന്നോട് എല്ലാത്തിനും കൂടെ നിൽക്കുന്നു. ഇനി നമുക്ക് ഏത്തവാഴ കൃഷി കാണാം. കുറേ ഉണ്ടായിരുന്നേ. അത് നമ്മൾ ഓണത്തിന് കൃഷിഭവൻ്റെ ചന്തയിൽ നമ്മൾ 4-5 എണ്ണം, അത് 40 കിലോ കൊടുത്തു. അന്നേരം 80 രൂപ വെച്ച് കിട്ടി. ഇനിയിപ്പം 2 എണ്ണം കൂടെ കളഞ്ഞു വരുന്നു. ബാക്കിയുണ്ട്. അതിന് 50 മൂടാണ് നട്ടത്. ഒന്നും കുഴപ്പമൊന്നുമില്ല. ഉണക്കിനൊക്കെ നമ്മൾ ആറ്റിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഈ മോട്ടർ, ആറ്റി വെക്കുന്ന മോട്ടർ ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ ആ മോട്ടർ അടിച്ച് അതൊന്നും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. ഉണക്കിന് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പാടുകൊണ്ടൊന്നും അങ്ങനെ നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിക്കാൻ പറ്റും. നമുക്ക് പഴയ വീടിൻ്റെ പുറകിൽ തൊട്ട് ആറാണ്. അത് കാണിച്ചു തരാം. ഇതിലോട്ട് പോകുന്ന വഴിയേ. പിന്നെ പക്ഷേ വെള്ളം കയറുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പം 2018 വെള്ളത്തിനൊക്കെ ആ സമയത്ത് 3-4 ദിവസം വെള്ളമായിരുന്നു. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ്. കൃഷി അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പാടാം. ആ സമയത്തൊക്കെ നമുക്ക് ജാതിയൊക്കെയാണ് വെള്ളം വന്നാലും ബുദ്ധിമുട്ടില്ല. ജാതി, മങ്കുസ്തി, റംബൂട്ടാനും ഒക്കെ ഉണ്ട്. ഇതാണ് നമുക്ക് പണ്ട് ഇവിടെ എല്ലാവരും കുളിക്കുന്നതിനൊക്കെ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ആരും ഇറങ്ങാത്തത് കൊണ്ട് കാട് പിടിച്ച് കിടക്കുക. പിന്നെ നമുക്ക് സമയത്ത് കിണറ്റിൽ വെള്ളം പറ്റുന്നതുകൊണ്ടേ നമുക്ക് വെള്ളത്തിനകത്ത് ഇരുന്ന മോട്ടറുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് കൃഷിക്ക് ആവശ്യത്തിന് തുണി അലക്കാനൊക്കെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ഇറങ്ങാൻ പറ്റില്ല. ബാക്കി വെള്ളത്തൊന്നും ഇപ്പോൾ ഇറങ്ങാനേ പറ്റത്തില്ല. എല്ലാം കാട് വെച്ച് കിടക്കുക. ഇതാണ് ഞങ്ങൾക്ക് ഇത്രയും അടുത്താണ്. ഇപ്പോൾ ആരും ഇറങ്ങാത്തത് കൊണ്ടെല്ലാം ചള്ളയും ഒക്കലൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുക. നമ്മൾ ഈ ഉണക്ക സമയത്ത് മാത്രമേ ഈ മോട്ടർ വെക്കാൻ വേണ്ടി ഇറങ്ങുന്നുള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞ ജൂൺ സമയത്ത് വലിയ മഴയുണ്ടായല്ലോ, അന്നേരം നമ്മൾ ഈ മോട്ടർ എടുത്ത് കരക്കി വെച്ചു. കാരണം വെള്ളമെല്ലാം പൊങ്ങിയാൽ പിന്നെ പാടില്ലേ. അപ്പം വെള്ളം കൂടുമ്പോൾ ഞങ്ങളടുത്തും കരക്കി വെക്കും. ഇനി വെള്ളം പറ്റുന്ന സമയമാകുമ്പോൾ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മുടെ കൃഷി ആവശ്യത്തിനൊക്കെ നമ്മൾ വെള്ളം ഇങ്ങനെയൊക്കെ. വീഡിയോയിൽ നമുക്ക് ബാക്കി കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണിക്കാവേ. പിന്നെ നമുക്ക് ഇത് 50 വർഷത്തിൽ കൂടുതൽ പഴയുള്ള വീടാണ്. ഒരു ദിവസം വേണേൽ അതും കാണിക്കാം. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോയിൽ നമുക്ക് ബാക്കി കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണിക്കാവേ. പിന്നെ നമുക്ക് ഇത് 50 വർഷത്തിൽ കൂടുതൽ പഴയുള്ള വീടാണ്. ഒരു ദിവസം വേണേൽ അതും കാണിക്കാം. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ ആണ് ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.